അപ്പൊ ഈസപ്പോ നമ്മളിതേ കാർ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മതിലടിച്ച് പൊളിച്ചിട്ടാണ് എസ്കേപ്പ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മണ്ട് കാച്ചടിച്ച് കഴിഞ്ഞ് പോവാട്ടെ. നമ്മൾ മതിലടിച്ച പോലെ കോപ്പിട്ട് നമ്മൾ എസ്കേപ്പ് ആവുന്ന വണ്ടി പൊളിയാൻ തോന്നുന്നുണ്ട്. എസ്കേപ്പ് ആയി ഗ്രാനി അവിടെ വായം പൊളിച്ചിരിക്കുന്നു. അപ്പൊ ഈസപ്പോ നമ്മൾ എസ്കേപ്പ് ആയി ചമ്പൂടി വീഡിയോ ചാനൽ ഇത് ഗ്യാനി മറ്റു പാർട്ട് 2 ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലക്കേപ്പാണ്. അപ്പൊ എല്ലാം നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാം. ധാരടന്റെ ഇൻട്രോ ഒന്ന് കേടാക്കണടാ, ഇറങ്ങി പോടാ. അപ്പൊ ഈസപ്പോ നമ്മൾ ഇന്ന് കാർ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് തുടങ്ങിയ വഴിക്ക് തന്നെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒപ്പം കളിക്കുന്നത് എൻ്റെ അനിയനാണ്. അപ്പൊ അനിയൻ വലിയ ഇൻട്രോ എടുക്കാൻ നോക്കിയതാണ്, പാളി പോയിട്ടുണ്ട്. അതിന്റെ കുഴപ്പമില്ല ഡാടാ, ഞാൻ ഇതിന്റെ ഉള്ളിൽ നീ എവിടെങ്കിലും ഒക്കെ പോയി നോക്കറാ. ഞാൻ ദേ വരുന്നു. ബോക്സ് ഒക്കെ തട്ടി നീ മുന്നേ പോയ. ഞാൻ ദേ വരുന്നു. കാർക്കി നീ കൊണ്ട് കളയല്ല കേട്ടോ. ഞാൻ ദേ വരുന്നുണ്ട്. നീ കാർക്കി എടുത്തോണ്ട് പോയാ. അതാ വരുന്നു. ആ പെട്ടെന്ന് പോ. കാറിന്റെ അടിക്കിന്ന് ആമറങ്ങനെ കിട്ടാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ നീ അവിടെ പോയി കിടക്കട. ഞാനിവിടെ ആദ്യം എത്തിയില്ലോ. ഡിക്കി തുറക്ക്. ക്യാമറ കിട്ടി. ഞാൻ എടുക്കാം. ഞാൻ ഈ ക്യാമറ വെച്ച് വേറെ വല്ല പ്ലാങ്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പൊളിക്കാണ്ടോന്ന് നോക്കട്ടെ. ഗ്രാനുണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ട്. ആ ഭാഗത്തിനെ രക്ഷപ്പെട്ടു. നീ നോക്കി നീ കാറിന്റെ അടുത്ത് ഇരുന്നോട്ടെ. ഗ്രാനി പോകുമ്പോ അറിയാൻ മതി, വെറുതെ പോയി ചാവണ്ട. ഞാൻ പോയിട്ട് എന്തെങ്കിലും പ്ലാങ്ക് പൊളിക്കട്ടെ. ഡാടാ, ഞാനിവിടെ കാക്കയുടെ സ്ഥലത്തുണ്ട് കേട്ടാ. നീ വേണേ ഇവിടേക്ക് വന്നത്. കാക്കയുടെ അവിടെ മറ്റേ കട്ടിമ്പലേസ് ഒക്കെ അതൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല. ഞാനിവിടെ പ്ലാങ്ക് പൊളിച്ചോണ്ടിരിക്കുക. അതിന്റെ ഉള്ളിൽ നിന്ന് വേറെ വല്ല നല്ല സാധനങ്ങൾ കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ കോഗിയിലൊക്കെ ഇരിക്കുന്നുണ്ട്, വെറുതെ ആവശ്യമുണ്ട്. ഓക്കെ അവിടെ ഞാൻ അതിന്റെ ഉള്ളിൽ അവിടെ എൻജിൻ പാർട്ടി കിട്ടി എനിക്ക്. ഞാൻ ഈ എൻജിൻ പാർട്ടി കൊണ്ട് കാറിന്റെ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ട് തരാം. നീ അവിടെ വേറെ വല്ലതൊക്കെ ഉണ്ടോന്ന് പോയി നോക്ക്. ആ ശരി. ഞാൻ ഈ എൻജിൻ പാർട്ടി ഒന്ന് വെക്കട്ടെ. ആ പെട്രോൾ ക്യാനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ എൻജിൻ പാർട്ടി വെക്കാം. നമുക്കിനി കാർ ബാറ്ററി സ്പാർക്ക് പ്ലഗ് ഒക്കെ വേണം കേട്ടോ. ശരി. ഞാനിനി ക്യാമറ എടുത്ത് ഏറ്റവും മേലേക്ക് പോവാന്ന്. ഞാൻ ഇവിടെ മേലത്തെ പ്ലാങ്ക് പൊളിച്ചോണ്ടിരിക്കുക. ഇവിടെ എന്തെങ്കിലും കിട്ടണം കേട്ടോ. അതെ ഇവിടെ ഞാൻ പ്ലാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ വെപ്പൻ കീ കിട്ടാൻ പോയി നോക്കിയോ. ശരി. വെപ്പൻ കീ കിട്ടിയ പിന്നെ എനിക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിലില്ലേ മറ്റേ ക്യാമറയുടെ ഒരു സ്ഥലമില്ലേ, അവിടെ മറ്റേ സേഫ് കീ ഒക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ സിലിണ്ടറിന്റെ ഡോൾ ഇടുന്ന സ്ഥലത്തൊക്കെ മറ്റേ മീറ്റ് ഒക്കെ കിടക്കുന്നുണ്ട്. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല, എൻ്റെ സ്പെഷ്യൽ കീ ഇല്ലാത്തോണ്ട്. കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ താഴേക്ക് ചാടിക്കുക. ഗ്രാനി മിക്കവാറും ഇപ്പൊ എൻ്റെ അടുത്ത് വരും. അവിടെ ഈ ബാത്റൂമിന്റെ ഉള്ളിലൊക്കെ വെപ്പൺ കീ ഇട്ടോടാ. ഗ്രാനെ പിടിക്കാൻ വരുന്നു. ഞാൻ ചത്തു. പണ്ടോറങ്ങാൻ നീ പെട്ടെന്ന് പോയി ചത്ത. നമുക്ക് അടുത്ത ഡേ 2 തുടങ്ങാം. നീ എവിടെയാ പോയി കിടക്കണേ? ആ നീയും ചത്ത. നന്നായി. ഇതേടാ ഞാൻ സ്പൈഡർ കീ എടുത്തിണ്ട്. ഞാൻ സ്പൈഡർ ഏഞ്ചലിന്റെ അടുത്തേക്ക് പോവാണ്. നീ എവിടെയാ? താഴെ മറ്റേ ഗ്രാനി ഉണ്ടാവട്ടെ, നോക്കി കളിക്ക്. ഞാനിവിടെ നോക്കിയ ചട്ടു. ഇതൊന്നും നീ തുറന്നില്ലേ? ഞാൻ ഇതൊക്കെ എന്തായാലും തുറന്നു നോക്കട്ടെ കേട്ടാ. ഇതെവിടെ ടെഡി മാത്രമേ ഉള്ളൂ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പോയിട്ട് സ്പൈഡർ ഏഞ്ചലിന്റെ സ്ഥലത്തെത്തി. ഇതേടെ വെപ്പൺ കീ കിട്ടി. ആ വെപ്പൺ കീ കിട്ടി എനിക്ക്. ഞാൻ എങ്ങനെയാലും ഈ വെപ്പൺ കീ എടുത്തിട്ട് മറ്റേ ക്രോസ് ബോ എടുക്കാം. നിനക്ക് തന്നിരിക്കും. പക്ഷെ നിനക്ക് കുഞ്ഞുണ്ടാ വെടി വെക്കാനായിട്ട്. ഞാൻ എന്തായാലും പോയിട്ട് ഇതേ നീ ഇവിടെ കുഞ്ഞിരിക്കണ്ടല്ലോ, മാറി നിക്കറത്. പിന്നെ ഗ്രാനി കാണരുത്, നിന്റെ കെട്ടിയോളാ. ഒന്ന് പോയടാ. ഞാൻ എന്തായാലും ഈ ക്രോസ് ബോർഡ് എടുക്കട്ടെ. ഞാൻ ആദ്യം ഗ്രാനിനെ ഒരു വട്ടം കൊല്ലട്ടെ, എന്നിട്ട് നിനക്ക് ഞാൻ തരാം. തന്നില്ലെങ്കിൽ വെച്ച് ചേട്ടൻ കൊന്നു കുഴിച്ചു മൂടും. ഗ്രാനി ആ ക്രോസ് ബോർഡ് തന്നിട്ട് വേണ്ട. കൊല്ലും, കൊന്നു കുഴിച്ചു മൂടും. നിന്റെ ഉന്നാദ്യം തെളിയിക്കുക, എന്നിട്ട് ഞാൻ തരാം. തൊള്ള കൂട്ടറ. അതേ ഗ്രാനി ഒന്ന് ഞാൻ അതിനെ കൊല്ലട്ടെ. ഏറെ പെട്ടെന്ന് എടുത്തിട്ടെ. ഞാൻ പോയിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കണം. എനിക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കണം. ഈ ഗ്രാനി മാറണില്ല അവിടത്. ചേട്ടൻ ഫുട്ബോൾ കളിക്കാൻ അതോടാണ് ചേട്ടൻ ഗ്രാനിക്കാൻ പറ്റട്ടെ. ഞാൻ ഗ്രാനിനെ ഫുട്ബോൾ കളിക്കാം.
ഞാൻ ദേ ഇവിടെ ഗ്യാസുലും ക്യാനും സ്ക്രൂ ഡ്രൈവർ ഒരുമിച്ചാ. ഞാൻ നോക്കിയ ഗ്യാസുലും ക്യാൻ വീണില്ല. ഞാൻ പെട്ടെന്ന് ഈ ആരോ കൊടുക്കട്ടെ, മാറി നിക്ക അങ്ങട്. എടുക്കട്ടെ ഗ്യാസുലും ക്യാൻ വീണു. ഞാൻ ഇവിടെ ക്രോസ് ബോട്ട് ഉണ്ട്. നീ എന്താ കാട്ടെ? ഇനി ഗ്രാനി എങ്ങനെ ചത്തില്ലെങ്കിൽ ഇല്ലേ നിന്നെ ഞാൻ കൊല്ലൂട്ടാ. ഞാൻ 5 വട്ടം കൊല്ലും. ഞാൻ ഇവിടെ സ്ക്രൂ ഡ്രൈവർ എടുത്തേ. ഞാൻ ഇത് അഴിക്കാൻ പോവാ. എനിക്ക് പ്ലേ ഹൗസിന്റെ ഇയാളെ കിട്ടിയ പണ്ടറടങ്ങാൻ. നീ വേണേ ഇത് കൊണ്ടുപോക്ക. എനിക്കൊന്നും ആവശ്യമില്ല ഇത്. എനിക്ക് വേണ്ട. ഞാൻ വേറെ വല്ല സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ തപ്പട്ടെ. എനിക്ക് തോന്നുന്നു മറ്റേ സ്പൈഡറിന്റെ അടുത്ത് പോയിട്ട് സ്പൈഡർ ഏഞ്ചലിന്റെ സ്ഥലത്തേക്ക് പോവാൻ. ഞാൻ അവിടെ ഒരു സ്ക്രൂ അഴിക്കാണ്ടല്ലോ. നീ ഗ്രാനിനെ എങ്ങനെയും വെടി വെച്ച് കളിക്കട്ടെ. ഞാനിവിടെ സ്പൈഡർ ഏഞ്ചലിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ സ്പാർക്ക് പ്ലഗ് കിട്ടി. നമുക്ക് ആവശ്യമുള്ളതിന് കിട്ടിയ ഭാഗ്യത്തിന്. ഞാൻ എന്തായാലും ഇത് എങ്ങനെയാലും സേഫ് ആയിട്ട് പെടാണ്ട് വരാം. ഓക്കേടാ, അതെ ഞാൻ ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാം. അയ്യോടെ ഞാനും വീണ് പോയി അറിയാണ്ട്. കുഴപ്പമില്ല. എടാ നീ അവിടെ എന്തിരി ചെയ്യണ? ഗ്രാനിനെ കൊന്നാ? ഞാൻ എന്നാ പോട്ടെ ഈ വഴിക്ക്. ഇവിടെ ഈ ക്രോസ് ബോയും പിടിച്ച് ഗ്രാനിനെ കൊല്ലാൻ ക്യാമ്പ് അടിച്ച് നിന്നു. കൊന്നാ നീ ഗ്രാനിനെ? പ്രോ പ്ലെയർ ചേട്ടനൊക്കെ അവിടെ ഇരുന്നിട്ട് അടിച്ചു. ഞാൻ നിന്നിട്ട് അടിച്ച. ഡാടാ നീ ഇങ്ങോട്ട് വന്ന. നിന്റെ ഉന്നൊന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. ഈ ചോപ്പ സാധനത്തെയും അടിച്ച് കൊള്ളിക്ക്. നീ ഇങ്ങോട്ട് വാ. നീ കറക്റ്റ് അടിച്ചാൽ ഞങ്ങക്ക് ഞാൻ ഒന്നും തരില്ല. അടിച്ചാ പുറത്തേക്ക് അടിച്ച് കളഞ്ഞല്ലേ? വെറുതെ ഒരേര തീർക്കാനായിട്ട് പോയിട്ട് വേറെ എടുത്തിട്ട് വേണേരോ. എന്റെ കൈ വലിക്ക് പോയിടാ. കൈ വഴുക്കല് തേങ്ങയാണ്. ഓരോ തേങ്ങയും കൈ വലിക്കണം പളഞ്ഞു. നീ എന്തായാലും ക്രോസ് ബോ ഡ്രോപ്പ് ചെയ്. ചേട്ടനെന്തായാലും വെടിവെക്കാൻ നിൽക്കറിയാം. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും വെടിവെക്കാൻ തരാം. നിന്നെ ടെസ്റ്റ് ചെയ്തതാണ് ഊബ. ഞാൻ കാട്ടിയത് ഇപ്പൊ എങ്ങനെ വെടിവെക്കേണ്ടത്. കൈകൾ വീറ്റി 3 വിരലുകൾ വെച്ച് വെടിവെക്കുക. കണ്ടോ? കാർട്ട് ഡോറ് തുറക്കണ ഊബേ. ഇതേ കൊണ്ടുപോകുന്നതിന്റെ ക്രോസ് ബോ. ഞാൻ കാർ ബാറ്ററി എടുത്ത് കൊണ്ട് കാറിന്റെ അടുത്ത് കൊണ്ട് വെക്കട്ടെ. നീ ഇങ്ങനെ നടന്നു. ബുള്ളറ്റ് എടുക്കട്ടെ. കാർ ബാറ്ററി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗും ഞാൻ ഇവിടെ വെക്കാം. നേരത്തെ ഡ്രോപ്പ് ചെയ്തത്. ഇനി നമ്മുടെ ഫ്രണ്ടിലത്തെ അല്ലാതും കഴിഞ്ഞു തോന്നുന്നു. ഇനി ഫ്രഞ്ച് വെച്ചിട്ട് ഇതൊക്കെ ടൈറ്റ് ആക്കണം. പിന്നെ ബാക്കിൽ ഗ്യാസ് ഒഴിക്കണം. ഫ്രഞ്ച് ഞാൻ ഒരു അളക്കളയില് കണ്ടതാ. ഈ ഗ്രാനിയെ കൊന്നാ എന്തുവാടെ? അവിടെ നീ ഗ്രാനി ജനിച്ചു വന്ന സമയത്ത് നോക്കി കൊന്നാ. നീ ഇവിടെ ക്യാമ്പ് അടിച്ച് നിന്നിട്ടാണ്. ഞാൻ എന്തായാലും പോയിട്ട് ഈ ഗ്യാസിൽ അവസാനം എടുക്കാം. ഞാൻ ഈ അവിടെ അടുക്കളയിലെ ഓവൻ്റെ ഉള്ളിൽ ഞാൻ ഫ്രഞ്ച് കണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ പോയിട്ട് എൻജിൻ പാർട്ട് അങ്ങനെ ടൈറ്റ് ആക്കട്ടെ. ഞാൻ ഇതൊക്കെ ടൈറ്റ് ആക്കിണ്ട് കേട്ടോ. ഞാൻ ഇനി പോയിട്ട് ഗ്യാസിലും ഗ്യാൻ എടുത്തിട്ട് ഇനി പെട്രോൾ ഒഴിക്കട്ടെ. നീ ഒറ്റ പണി എടുക്കാണ്ട് ഗ്രാനിനെ വെടിവെച്ച് നടന്നു. ഞാൻ പോയിട്ട് ഗ്യാസിലും ഞാൻ എടുക്കട്ടെ. എല്ലാ പണി ഞാൻ തന്നെ എടുക്കണം എന്ന് വെച്ചാൽ ഇത് എന്താണിത്? ഞാൻ നിന്റെ ക്രോസ് ബോ എന്താ എടുക്കാൻ പറ്റാണ്ട് ഞാൻ അടുത്ത് കാട്ടിത്തരാം. എന്തിനീ ഡ്രോപ്പ് ചെയ്ത നൂപ? ഈ ആരൊക്കെ സുഖമായിട്ട് എടുക്ക്. എന്തിനും എടുക്കാൻ പറ്റാണ്ട് ഞാൻ അടുത്ത് കാട്ടിത്തരാം. അവിടെ ഇത് എടുക്കാൻ പറ്റണില്ല. നീ ഒരു കാര്യം ചെയ്യ്. മേലെ പോയിട്ട് വേറെ അമ്പെടുത്തോ. അതൊക്കെ പറ്റുള്ളൂ. ഗ്രാനിനെ വെടിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇത് തീർന്നുണ്ടാവും. പിന്നെ ഒരു തള്ളി പൊക്കോളൂ. ഞാൻ ഈ പെട്രോൾ ഒഴിക്കട്ടെ. ഈ വണ്ടി എങ്ങനെ വർക്കായില്ല നിന്നെ ഞാൻ തല്ലിപോലും കഴിയും. ഞാൻ ഇപ്പൊ പെട്രോളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാഡ്ലോക്ക് മാത്രം മതി എസ്കേപ്പ് ചെയ്യാൻ. ഞാൻ എന്തായാലും സ്പൈഡർ ഏഞ്ചലിന്റെ സ്ഥലത്തേക്ക് വീണ്ടും ഗ്രാനി ഇവിടെ സ്പോണായി. ഗ്രാനിക്ക് ബുദ്ധി മാറ്റി പിടിച്ചപ്പോ സ്പോൺ. ഒന്ന് വന്നിട്ട് നിന്റെ കയ്യിൽ ക്രോസ് വന്ന് ബാറ്റ് മേലെ പ്രശ്നമായി. ഒന്ന് കൊല്ലു പോയിട്ട് കൊല്ലടാ. ഞാൻ അതിന്റെ ഉള്ളിക്ക് ചാടി. നീ കൊല്ലേ. സ്പൈഡർ ഏഞ്ചലിനെ തന്നെ പിടിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയും പോയിട്ട് മറ്റേ 2 മിക്സ്ട്രി ബോക്സ് ഇല്ലടാ എലിവേറ്റർ കയറിയിട്ട് അത് പോയി സെറ്റ് ആക്കിട്ട് വരാം. ഏതാ 1 or 2 ഏത് ബോക്സ് എടുക്കണ്ടേ? 2 ഇല്ലെങ്കിൽ നീ ഇപ്പൊ പോയി ഗ്രാനിയുടെ ചാവണം. പിന്നെ ക്രോസ് ബോ എനിക്ക് തരണം. പറ്റുമോ? ശരി ഞാൻ 2 തൊടാൻ പോവാട്ടാ.
സ്പെഷ്യൽ കീ കിട്ടി. നീ ഒരു കാര്യം ചെയ്യും, മേലെ മീറ്റ് കിടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് നീ മീറ്റ് എടുക്ക്. ഞാൻ അപ്പളീ വരാം. ഗ്രാനി കൊല്ലൊക്കെ നിൽക്കട്ടെ, ഞാൻ ഈ സ്പെഷ്യൽ കീ എടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. നീ അപ്പളീ മേലെ പോയിട്ട് മീറ്റൊക്കെ സെറ്റ് ആക്കിട്ടാ, പോയി ചാവല്ല കേട്ടാ. ഞാൻ ഇവിടെ ഭയങ്കര റിസ്ക് എടുത്തിട്ട് ഈ സ്പൈഡർ ഏഞ്ചൽ തന്നെ എന്തൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ മീറ്റ് എടുത്തു. കുഴപ്പമില്ല. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനുള്ള എന്തിട്ടാ ചെയിൻ കട്ടറാടാ, ഇതൊക്കെ എന്തിനാടാ നമുക്ക്? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സൂർ എസ്കേപ്പ് ചെയ്യാലോ, വുഡൻ സ്റ്റിക്ക് കൂടി കിട്ടിയാ. ഷേടാ നീ ഈ സാധനം കൊണ്ടിട്ട് നീ ഗ്രാനിനെ അവിടെ തീർത്ത് കളഞ്ഞോ. ഞാൻ പോട്ടെ. ഞാൻ ഇത് ഇവിടെ താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറും ബാത്റൂമിലായിരിക്കും ഗ്രാനി. ഡാ ഈ പിടിക്കാടാ ഗ്രാനി വരണ, ചാടിക്കോ താഴേക്ക് ചാടറ കുനിഞ്ഞ് നിൽക്കാണ്ട് ഇവിടെ. ചേട്ടന് തല പോയിട്ടാ വീട്ടിൽ ചെന്നിട്ട് വെച്ച പറ്റുന്ന കുച്ചോലി വേന പോയി. എനിക്കിതേ സേഫ് കീ കിട്ടിടാ. ഈ സേഫ് കീൻ്റെ സേഫ് ബോക്സിൻ്റെ ഉള്ളിൽ റസ്റ്റി വെള്ളമൊക്കെ ആടാ. എനിക്ക് തോന്നുന്നു വുഡൻ സ്റ്റീക്കും കൂടി ഉണ്ട് സ്യൂർ എസ്കേപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതിപ്പോൾ ചെയ്യണ്ടേ, കാർ എസ്കേപ്പ് ചെയ്യണോ സ്യൂർ എസ്കേപ്പ് ചെയ്യണോ? കോഗില് ഇവിടെ ഒരെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പ്ലേസ് തുറന്നിട്ട് ഞാൻ എന്തായാലും പോയി ചാവാൻ. ഈ ചത്തല്ലേ. ഓക്കെ സാർ, നമ്മളിനി ഡേ 4 ആണെന്ന് എനിക്ക് തോന്നണേ. എനിക്ക് ഡേ 4 വീൽ ഗ്രാൻ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ചത്തോടാ. ഡേ 5 അവിടെ നീ പോയി ചത്തോ, കുഴപ്പമില്ല, പോയി ചത്തോ. നിനക്ക് വിൻജാൻഡിൽ കിട്ടിയില്ല ഇപ്പൊ, അതുകൊണ്ട് പോയി ചത്തോ, കുഴപ്പമില്ല, നമുക്ക് നാളെ എടുക്കാം. വിൻജാൻഡിൽ കിട്ടി ശരിക്കും കിണർ പോരാ നമുക്ക് ഡേ 5. നീ പോയി ചാവ്. ഞാൻ എന്നെ ക്യാമറയിൽ കാണാൻ ചാവുന്നത്. മണ്ടൻ ഓടിയിട്ടുണ്ട്. അയ്യോ മണ്ടൻ ചത്ത്. വിൻജാൻഡിൽ ഞാൻ പതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി എങ്ങനെയാലും പോയിട്ട് കിണർ പോരണം. എനിക്ക് ഗ്രാനി മുന്നത്തെ മാതിരി ക്യാമ്പ് അടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. ഞാൻ വിൻജാൻഡിൽ എടുത്തേ. ഞാൻ അതേ കിണർ വരാൻ പോവാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ തണ്ണിമത്തം കിട്ടാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ മിക്ക ദിവസവും മാസ്റ്റർ കീ അല്ലെങ്കിൽ പാഡ്ലോക്കി മാസ്റ്റർ കീ കിട്ടിയതേനു. ആ ക്രോസ് ബോക്ക് ദേവി മതിലിന് ഇപ്പുറത്ത് വന്ന് കിടക്കണു. എന്തിന്റെ കഴപ്പാടാ നിനക്ക്? ഞാൻ എന്തായാലും കിണർ പോരട്ടെ. അറിയില്ലടാ, തണ്ണിമത്തം തന്നെ കിട്ടിയേ. ഞാൻ ഇത് മുറുക്കിട്ടെ, നീ പെട്ടെന്ന് ഇടുവാ. ഞാൻ വായിക്കാണ്ട് വെച്ചാരാടാ. അല്ല മാറിക്കാണ്ട്. വേണ്ട ഇപ്പൊ വെട്ടാൻ സമയമില്ല. ഇപ്പൊ നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യണം. അതായത് പാഡ്ലോക്ക് തന്നെ നമുക്ക് കിട്ടിയറാ. നമുക്ക് എസ്കേപ്പ് ചെയ്താലോ? കാർ കീ ഒക്കെ നീ സേഫ് ആയിട്ടല്ലേ വെച്ചേക്കണേ? എന്നാ വാ, നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പോവാ. ഞാൻ ഇവിടെ ഷട്ടർ തുറന്നുട്ടാ. കാർ കീ എവിടെയാ? അതിന് എന്റെയും ചോദ്യം. നീയല്ലേ കൊണ്ടിട്ടതേ. ഇതിന്റെ അപ്പുറത്ത് മതില, ഇതൊക്കെ അടിച്ച് പൊളിക്കാനുള്ളതാ. നീ പെട്ടെന്ന് ഒരു കാർ കീ തപ്പിയേ. കാർ കീ കിട്ടിയാ? ഞാൻ അതാ വരണു. എടാ നമുക്ക് എസ്കേപ്പ് ചെയ്യാം. കാർ കീ കിട്ടില്ലേ? വണ്ടിയിൽ കയറി ഇരുന്ന നീ? വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സ് എടുക്കണം നമുക്ക് ആദ്യം തന്നെ. അടിച്ച് പൊളിക്കാനുള്ള പ്ലാൻ ഫോർവേഡ് എടുത്തു. ഒരു വട്ടം കൂടി പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നണേ. പൊട്ടി നമ്മളത് ഗ്രാനിയൊക്കെ അതേ വായും പൊളിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്തു, കാർ എസ്കേപ്പ് ചെയ്തു. ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ജയിച്ചു. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.